അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് താർറോക്സ് ആണ്. ഇതാണ് താർറോക്സിന്റെ കീ വരുന്നത്. അപ്പോൾ വിശ്വന്തേ താർറോക്സിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് നമ്മള് MX5 വേരിയന്റ് ആണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഫോഗ് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് ഇതിലോട്ടാണ്. അതേപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പ്, ഓട്ടോ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വേരിയന്റിലോട്ടായിരിക്കും. അപ്പൊ ഇതൊരു വാല്യൂ ഫോർ മണി ആണ്. അതെ, ഇതൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ്. താർറോക്സ് സീരീസിന്റെ വാല്യൂ ഫോർ മണി വേരിയന്റ് പറയുന്നത് ഇതിലോട്ട് വരുമ്പോൾ അലോയ് വീൽ വരുന്നുണ്ട്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, തിരിച്ച് അലോയ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്. ഇത് അപ്പുറത്ത് രണ്ട് ഡോറിലും വരുന്നുണ്ടല്ലേ? രണ്ടിലും വരുന്നുണ്ട്. രണ്ട് ഡോറിലും കീലെസ് എൻട്രി ആണ് വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ രസം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു വിസിബിലിറ്റിയാണ്. നമ്മൾ ഈ ബോണറ്റ് കണ്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു വികാരമാണ് അല്ലെ, വണ്ടി പ്രാന്തം പറഞ്ഞ അല്ലേ. അപ്പൊ ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നത്. അതേപോലെ തന്നെ ഇത് ഓട്ടോ ഡിമ്മിങ് IRVM, അതായത് ബെസൽലെസ് IRVM ആണ് വരുന്നത്. ഇത് ഓട്ടോ ഡിമ്മിങ് ആണ്. 10.25 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ, ആംബ്രസ്റ്റ് നമുക്ക് ബേസ് ഔട്ട് വരും. ബേസ് ഔട്ട് നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകിലത്തെ AC വെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം ബേസ് മോഡലോട്ട് MX1 എന്ന് പറയുന്ന വേരിയന്റോട്ട് പുറകിലത്തെ AC വെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ നമുക്ക് സീപോർട്ട് ചാർജിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഇത് ഓട്ടോ അല്ല, ഇതിൽ ഓട്ടോ വരുന്നില്ല. താർറോക്സിൽ ഓട്ടോ വരുന്നില്ല. സ്റ്റിയറിംഗിനകത്ത് ഇവിടെ ഈ ഭാഗത്ത് മൊത്തം മ്യൂസിക് സിസ്റ്റത്തിന്റെയും ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതാണ് വരുന്നത്. പിന്നെ അവിടെയാണ് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ലെതറൈറ്റ് ആണ്. ഈ ഒരു മെറ്റീരിയൽ ലെതറൈറ്റ് ആണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ അതിൽ ലെതറൈറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലെതറൈറ്റ് ആണ്, ഇത് ലെതറൈറ്റ് മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് ഇച്ചിരി ചെറുതാണെന്നാലും അത്യാവശ്യം ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഗ്ലോ ബോക്സ് ആണ്. സീറ്റ് വരുന്ന ലെതർ സീറ്റ് ആണ്. ഈ ഒരു വേരിയന്റോട്ടായിരിക്കും നമുക്ക് ലെതർ സീറ്റ് കാര്യങ്ങൾ വരുന്നത്. അതിന്റെ തൊട്ട് താഴോട്ടുള്ള വേരിയൻസിലോട്ട് നോക്കാൻ നേരത്ത് വിനയിലായിരിക്കും. ഇതിൽ എത്ര സ്പീക്കറാണ് വരുന്നത്? ഇതിൽ വരുമ്പോൾ 6 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സബ്വൂഫർ വരുന്നത്? സബ്വൂഫർ ഇല്ല. സബ്വൂഫർ നമുക്ക് സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്നത് ആ വേരിയന്റിന് 7 ലക്ഷറിക്കാണ് സബ്വൂഫർ കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ അലോയ് വീല്, പുഷ്പട്ടം നമുക്ക് ബേസ് ഔട്ട് വരുന്ന കാര്യങ്ങൾ, ക്രൂസ് കൺട്രോൾ, വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്ന. എന്തായാലും നമ്മുടെ മഹീന്ദ്രയിൽ മഹീന്ദ്രയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിപ്പോ നമുക്ക് MX1 വേരിയന്റ് ആയില്ല, അതായത് ഒരു വർഷത്തോളം വെയിറ്റിംഗ് പീരീഡ് ഉള്ള MX1 വേരിയന്റ് ആയാലും നമുക്ക് ക്യാമറ മാത്രമല്ല, ഫ്രണ്ടിലും ക്യാമറ വരുന്നുണ്ട്. ഇല്ല, ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതിലോട്ട് വരുമ്പോൾ ടോപ്പ് എൻഡ് സീരീസിലോട്ടാണ്. AX7 ലക്ഷറി നമ്മുടെ സ്റ്റാർ എഡിഷൻ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇതിൽ വരുമ്പോൾ അതിൽ 360 ആണ് വരുന്നത്. അത് ഫുള്ള് 360 ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ഫ്രണ്ട് സെൻസർ ആണ്, പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. ക്യാമറ നിലവിൽ വരുന്നുണ്ട്. നമ്മുടെ പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് മാക്സിമം സീറ്റ് പുറകിലേക്ക് ഇട്ടേക്കണം. ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു സീറ്റ് നമ്മൾ മാക്സിമം പുറകിലോട്ട് ഇട്ടേക്കണം. എന്നാലും നമുക്ക് ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. AC വെന്റ് ഉണ്ട്. ഇവിടെ സി ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ ഒരു ഹോൾഡർ ഉണ്ട്. വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഉണ്ട്. എനിക്ക് 1 ലിറ്റർ ബോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഈ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും അവൈലബിൾ ആണ്. 60/40 സീറ്റാണ് ബാക്കിൽ വരുന്നത്. ഇപ്പോൾ ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്തിട്ടേക്കാണ്. നമുക്കൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് പുറകിലോട്ട് ചരിച്ചിടാൻ പറ്റും. ലെതർ സീറ്റാണെന്ന് നേരത്തെ പറഞ്ഞു. 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പുറകിൽ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ്പോൾ കപ്പ് ഹോൾഡറോട് കൂടിയ ഒരു ആം റെസ്റ്റ് അവൈലബിൾ ആണ്. പുറകിലത്തെ ലൈറ്റ് വരുന്നത് നമുക്ക് ബാക്കിലത്തെ ഡെക്കി സ്പേസ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഡെക്കി സ്പേസ്, ഇപ്പോൾ ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. ഇതാണ് പുറകിലത്തെ ബൂട്ട് സ്പേസ്. ഈ ഡോറ് ക്ലോസ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പിനി ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റെപ്പിനി അലോയ് അല്ല വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാനും ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും.